നിലവിൽ സോഷ്യൽ മീഡിയയിലാകെ തരംഗം സൃഷ്ടിച്ച ഒരു വൈറൽ പെൺകുട്ടിയുണ്ട്. സൂര്യൻ ഉദിക്കും മുൻപേ തന്റെ അച്ഛനൊപ്പം പത്രവിതരണത്തിന് രംഗത്തെത്തിയവൾ. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇക്കഴിഞ്ഞ +2 പരീക്ഷയിൽ 99.5% മാർക്കോടെ വിജയം കൈവരിച്ചിരിക്കുകയാണ് ഈ പെൺകുട്ടി. നമുക്ക് പരിചയപ്പെടാം സ്നേഹ എന്ന വൈറൽ താരത്തെ. ഹായ് സ്നേഹ, ആദ്യം തന്നെ കൺഗ്രാറ്റ്സ്. താങ്ക് യു. പിന്നെ എന്താ പറയുന്നത്, എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ +2 പരീക്ഷയിൽ ഭയങ്കര മിന്നും വിജയമൊക്കെ നേടിയിരിക്കുകയാണ് അല്ലേ? അതെ. അപ്പം എന്താ ഇപ്പം മുന്നോട്ടുള്ള പ്ലാനൊക്കെ എങ്ങനെയാ? എന്തെടുക്കണമെന്നാ മുന്നോട്ട്? എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് പോകുന്നു. അടുത്ത മാസം ഞാൻ പോകും. ബ്രില്യൻസിൽ പാലയിലാണ് പോകുന്നത്. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പത്രവിതരണത്തിന് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഇപ്പം എല്ലാവരും അങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത്. ഇപ്പം വൈറലായതും അങ്ങനെ തന്നെയാണ്. പത്രം വിതരണത്തിലൂടെ പഠിക്കാനും സമയം കണ്ടെത്തി മിന്നും വിജയമൊക്കെ കൈവരിച്ച് സ്നേഹ എന്ന രീതിയിൽ എന്ന് തൊട്ടാണ് ഈ ഒരു പത്ര ഫീൽഡിലോട്ട് ഇറങ്ങി തിരിച്ചത്? 9ാം ക്ലാസ് വെക്കേഷൻ തൊട്ട് പത്രം ഇടാൻ പോകുമായിരുന്നു. 10ാം ക്ലാസ് മൊത്തം പോകുമായിരുന്നു. +1 +2 രാവിലെ ട്യൂഷനൊക്കെ ഉണ്ടായിരുന്ന കാരണം പോകാൻ പറ്റിയിരുന്നില്ല. പിന്നെ വെക്കേഷനിൽ പോകുമായിരുന്നു. വീട്ടുകാരൊക്കെ സമ്മതിച്ചിരുന്നോ ഈ രാവിലെ പത്രം ഇടാൻ പോകുന്നതിൽ ആരെങ്കിലും ബുദ്ധിമുട്ടുകൾ വല്ലതും പ്രകടിപ്പിച്ചോ? അത് അച്ഛൻ പത്രം ഏജൻസി ഉണ്ട്, അച്ഛൻ്റെയാണ് പത്രം. അപ്പം അച്ഛൻ്റെ കൂടെയാണ് രാവിലെ പോകുന്നത്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് എതിർപ്പുകളുടെ ആവശ്യമില്ല. എതിർപ്പുകൾ ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ടാണോ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചത്, അതോ ഇഷ്ടം തോന്നിയിട്ടാണോ? ഇല്ല, ഒരു പോക്കറ്റ് മണി ആവുമല്ലോ. പോക്കറ്റ് മണി ഒക്കെ കിട്ടാറുണ്ടോ? അതെ, കിട്ടാറുണ്ട്. എത്ര വെച്ചൊക്കെ കിട്ടാറുണ്ട്? നമ്മൾ ഇടുന്ന പത്രം അനുസരിച്ച് അതിൻ്റെതായ പ്രതിഫലം കിട്ടാറുണ്ട്. അച്ഛനാകുമ്പോ പറ്റിക്കത്തൊന്നുമില്ല? ഇല്ലില്ല, കറക്റ്റായിട്ട് തരുകയൊക്കെ ചെയ്യും. എങ്ങനെയാ ഇപ്പം 2 വീലർ ആണോ അതോ സൈക്കിളിലാണോ? സൈക്കിളിലാണ്. എത്ര മണിക്ക് ഇറങ്ങിത്തിരിക്കും രാവിലെ? 6:30-7 മണിയാകുമ്പോൾ. അപ്പൊ എപ്പോഴത്തേക്ക് ക്ലാസ്സിന് കയറണം? നമുക്ക് 9 മണിക്കുള്ളിൽ ക്ലാസ്സിൽ കയറണ്ടേ സ്കൂളിലൊക്കെ പോകുമ്പോൾ? സ്കൂളിൽ പോകുന്ന സമയത്ത് 10 പോവായിരുന്നു. +1 +2 പോകത്തില്ലായിരുന്നു. 10-ലാകുമ്പോൾ 10 മണിക്ക് പോയാൽ മതി സ്കൂളിൽ. 8 മണിക്കാ ട്യൂഷൻ. അപ്പം 7:30 ആകുമ്പോഴത്തേക്ക് പത്രം തീരും. തിരിച്ചു വരും. ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു പോക്കറ്റ് മണി കിട്ടിയിട്ട് എന്താ ചെയ്യുന്നത്? വീട്ടില് അമ്മയുടെ കൊടുക്കുവോ അതോ വീട്ടിലെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുവോ? പോക്കറ്റ് മണി എന്റെ ചെറിയ ആവശ്യങ്ങൾക്കും വീട്ടിൽ വീട്ടിൽ ചോദിക്കണ്ടല്ലോ. എന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണ്ടല്ലോ. അപ്പം അതിനു വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം യൂട്ടിലൈസ് ചെയ്യുക. വീട്ടിലാരും അതിനെ ചോദിക്കാറില്ല. കൂട്ടുകാരൊക്കെ എന്താ പറഞ്ഞു? ഇപ്പൊ വൈറലൊക്കെ ആയ സ്ഥിതിക്ക് ഇപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം കൂട്ടുകാർക്ക് അറിയാം. ഓൾറെഡി പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാം. 10-ലൊക്കെ പോകുന്ന കാര്യം കൂട്ടുകാർക്കും ടീച്ചർമാർക്കും അറിയാമായിരുന്നു. +1 +2 വെക്കേഷന് മാത്രമേ പോകത്തുള്ളായിരുന്നു. അപ്പം കുറച്ച് അടുത്ത കൂട്ടുകാർക്ക് മാത്രമേ അറിയൂ. ഇതിന്റെ കൂടെ മറ്റു ഹോബീസ് ഒക്കെ എന്തൊക്കെയാ? ഹോബീസ് എന്ന് പറയാൻ വലുതായിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പഠിക്കാനൊക്കെയുള്ള ടൈം ഒക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത്? കാരണം രാവിലെ പോവല്ലോ. രാവിലെ ഒരു പത്രത്തെ അനുസരിച്ച് 1/2 മണിക്കൂർ 1 മണിക്കൂറത്തെ കാര്യമുള്ളൂ പത്രം ഇടുന്നത്. അപ്പം പഠിത്തമായിട്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ട് വരാറില്ല. മഴയുള്ള ദിവസങ്ങളിലൊക്കെ പോകും. മഴയുള്ള ദിവസങ്ങൾ. കാരണം ഞങ്ങൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കാനൊക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തില്ല. ഈ രാവിലെ പത്രമൊക്കെ ഇടുന്ന പറയുമ്പോൾ രാവിലെ തന്നെ കൊണ്ട് എല്ലാ വീടുകളിലും ഇട്ട് കൊടുക്കണമല്ലോ. അപ്പം ഒരു ബുദ്ധിമുട്ടോ മടിയോ ഒന്നും തോന്നിയിട്ടില്ലേ? ഇല്ല, നമ്മൾ എന്നും പോകുമ്പം ഒരു ദിവസം ലീവ് എടുക്കാൻ പറ്റത്തില്ലല്ലോ. മഴയാന്ന് പറഞ്ഞ് ലീവ് എടുക്കാൻ പറ്റില്ല. കൊടയായിട്ടില്ലെങ്കിൽ റെയിൻകോട്ടുമായിട്ട് പോകും. റെയിൻകോട്ടുമായിട്ട് പോയാൽ പത്രം തന്നെയും. അപ്പം റെയിൻകോട്ടും കൊടയായിട്ട് പോകേണ്ടി. ഞാൻ ചോദിച്ചത് മടിയൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ? എഴുന്നേക്കാനുള്ളൊരു ബുദ്ധിമുട്ടും ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ബുദ്ധിമുട്ട്, തണുപ്പാകുമ്പം പൊതുവെ ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലാതെ വേറെ പ്രശ്നങ്ങളുണ്ട്. വീട്ടിലാരൊക്കെയുണ്ട്? പിന്നെ വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, എനിക്ക് ഇളയ ഒരു അനിയനുണ്ട്. അനിയൻ 5ാം ക്ലാസ്സിലാണ്. അച്ഛൻ്റെ അമ്മയുണ്ട്. വീട്ടിലെ അമ്മൂമ്മയൊന്നും പറഞ്ഞില്ലേ നീ പെങ്കൊച്ചാണ്, നീ രാവിലെ ഇങ്ങനെ പോകരുത് പത്രം ഇടാനൊക്കെ, അങ്ങനൊക്കെ അങ്ങനൊന്നും പറയാറില്ല? ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്? കാരണം പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൊതുവേ നമുക്കൊരു നെഗറ്റീവ് കിട്ടാറുണ്ട് പബ്ലിക്കിൽ നിന്ന്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. പൊതുവേ നാട്ടുകാരെല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. ആരും നെഗറ്റീവ് ഒന്നും ഇതുവരെ പറഞ്ഞില്ല. മേ ബി അച്ഛൻ ഇത് ആയിരിക്കാം, അച്ഛൻ ഇപ്പൊ പത്രത്തിന്റെ ബിസിനസ് ആയതുകൊണ്ടായിരിക്കാം നെഗറ്റീവ് ആയിരിക്കാം. എന്നാലും ആരും നെഗറ്റീവ് കമന്റ്സ് ഒന്നും വന്നിട്ടില്ല. എല്ലാവരും സപ്പോർട്ടാണ്. സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ അറിയാമോ കാര്യങ്ങളൊക്കെ? സ്കൂളിൽ ഞാൻ 10 വരെ പഠിച്ച സ്കൂളിലെ ടീച്ചർമാർക്കെല്ലാം അറിയാം. +1 +2 ആർക്കും അങ്ങനെ അറിയില്ല. +1 +2 കണ്ടിന്യൂസ് പോയിട്ടില്ല, വെക്കേഷൻ ടൈമിലാണ് പോയിട്ട്. ഫസ്റ്റ് ഇപ്പൊ ഇങ്ങനെ നടന്നൊരു കാര്യം ആദ്യമായിട്ടല്ലേ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു പോകുന്നത്? ഇത് റിസൾട്ട് വന്നു കഴിഞ്ഞാണ് കൂടുതലും അറിയുന്നത്. ഓക്കെ, ഇത് ആരാണ് എടുത്തിട്ടത് അതറിയോ? ഇവിടെ നാട്ടുകാരൊരാളാണ്, രതീഷ് കുളക്കയിൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് എടുത്തിട്ടത്. അത് ഞങ്ങൾ അറിഞ്ഞില്ല എടുത്തിട്ട്, 8 കഴിഞ്ഞാണ് അറിയുന്നത്. അത് അച്ഛൻ്റെ പേജിൽ കയറി എൻ്റെ 10ലെ
10ലെ ഫോട്ടോയാണ്, 10 ഗ്രാജുവേഷൻ എടുത്ത ഫോട്ടോയാണ് അതെടുത്ത് അതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് അത് വൈറലായി കഴിഞ്ഞാണ് ഞങ്ങൾക്കും വരുന്നത് മനസ്സിലായത്. അത് കഴിഞ്ഞ് ആ മാമൻ തന്നെ വിളിച്ച് പറഞ്ഞു. പെട്ടെന്ന് ഇങ്ങനെ ഷെയർ ഒക്കെ ഇങ്ങനെ കൂടി പോയ സമയത്ത് എന്താണ് തോന്നിയത്? സന്തോഷം തോന്നും, എന്നാലും ഒരു നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു ഇതല്ലേ? പെട്ടെന്നുണ്ടായതാണ്, ഓർക്കാപ്പുറത്താണ്. പക്ഷേ കൂടുതൽ ആൾക്കാരും പോകുന്നതോറും ഓരോരുത്തർ ചോദിക്കുന്നവരുണ്ട്, മെസ്സേജ് അയക്കുന്നവരുണ്ട്, ഇപ്പം കാര്യം ഷെയർ ചെയ്തറിഞ്ഞ് വിളിക്കുന്നവരുണ്ട്, കൺഗ്രാറ്റ്സ് പറയാൻ വിളിക്കുന്നവരുണ്ട്. സന്തോഷമുണ്ട് എല്ലാവരും. പുറത്തൊക്കെ ഇറങ്ങിയ തിരിച്ചറിയാറൊക്കെ ഉണ്ടോ? അങ്ങനെ ഇല്ല. ഫോട്ടോ ഒക്കെ കണ്ട് എന്തായാലും ഫോട്ടോ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ജംഗ്ഷനിലാണ് പോയി, പത്രം ജംഗ്ഷനിലാണ് വരുന്നത്, അവിടെ പോയാൽ എടുക്കുന്നതുകൊണ്ട് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇനി മുന്നോട്ട് ഇത് തുടരാൻ താല്പര്യമുണ്ടോ? തുടരുന്നുണ്ടോ? അതോ ഞാൻ വെക്കേഷൻ ഇവിടെ നിൽക്കുമായിരുന്നെങ്കിൽ തുടരാമായിരുന്നു. ഇപ്പം എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് പോകുന്നത് കൊണ്ട് അവിടെ ഹോസ്റ്റലിൽ നിൽക്കേണ്ട ഉണ്ട്. അപ്പം നമുക്ക് പറ്റില്ല, ഇടാൻ പറ്റില്ല. ഇപ്പം എന്തായാലും നമ്മുടെ നാട് മൊത്തം അറിഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി ആൾക്കാർ ഇപ്പം മോളെ അറിയുന്നവരും അറിയാത്തവരുമായിട്ട് ധാരാളം പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? എല്ലാവരോടും നന്ദിയുണ്ട്, എല്ലാവരും സന്തോഷമുണ്ട്. വിളിക്കുന്നവരുണ്ട്, വീട്ടിൽ നമ്പർ തിരക്കി പിടിച്ച് വിളിക്കുന്നവരുണ്ട്. സന്തോഷമുണ്ട്. ഇപ്പം എന്തായാലും ഇപ്പം മൊബൈൽ ഫോണിനെ കൂട്ടുപിടിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ നമ്മുടെ. കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഫോണാണ് എല്ലാവർക്കും കൂട്ടുകാരും. അതേപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസിലോട്ടൊന്നും ഇൻവോൾവ് ആകാതെ നിൽക്കുന്ന ഒരുപറ്റ ആൾക്കാർക്ക് ഒരു പ്രചോദനം തന്നെയാണ് മോള്. അപ്പം എന്തായാലും മുന്നോട്ടും പഠിക്കുക, ഇതേപോലെയുള്ള നല്ല പ്രവർത്തികളിൽ ഏർപ്പെട്ട് വിജയം കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.